ഹായ് എവ്രി വൺ, ദീപയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മണ്ടക്കാട് അമ്പലത്തിൽ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടുന്ന് തന്നെ മീൻ മേടിച്ച് അവിടെ തന്നെ വെച്ച് കഴിച്ചിട്ടാ വരിക. അതൊരു നേർച്ചയാണെന്ന് പറയും. ഏറ്റവും കൂടുതൽ ഈ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണ് കിട്ടുക. 5 എണ്ണം 900 രൂപ കൊടുത്ത് മേടിച്ചു. ആ അമ്മ തന്നെ അത് കട്ട് ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഒരു കുഞ്ഞ് മണ്ണെടുപ്പൊക്കെ കൊണ്ടാ വന്നതേ. പിന്നെ മീനിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ അരച്ചു കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് ഒരു വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് മാങ്ങ നിന്നു, അതും പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. മാങ്ങയും മുരിങ്ങക്കോലും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് മീനിൻ്റെ അരപ്പ് കലക്കി അടുപ്പത്ത് വെച്ചു. ദേ ഇത് വറുക്കാനുള്ള മീന, അതിനുള്ള അരപ്പും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ അതുമൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു കേട്ടോ. അപ്പം മീനിനെ താളിക്കാനുള്ളതൊക്കെ റെഡിയാക്കി. ഈ വിറകടുപ്പിലൊക്കെ കുറേ നാളായി ഇങ്ങനെയൊക്കെ വെച്ച് കഴിച്ചിട്ട്. ഇതൊക്കെ ഒരു രസമല്ലേ? ഞങ്ങൾ 2 ഫാമിലീസ് ആയിട്ടാണ് കേട്ടോ പോയത്, നെയ്ബേഴ്സായിട്ട്. നല്ല രസമാണ്. നമ്മളിങ്ങനെ ഒരുപാട് പേരുമായിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ പിന്നെ വിറകടുപ്പിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളല്ലേ. പിന്നെ ഈ വിറകടുപ്പൊന്നും കൊണ്ടുപോകേണ്ട ഓരോ ആവശ്യമില്ലായിരുന്നു. എല്ലാ വീടിൻ്റെ മുറ്റത്തും ഒരുപാട് വലിയ പറമ്പാണ്. അവിടെ തന്നെ വിറക് കിട്ടും, കല്ല് കിട്ടും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാണ്ടിരുന്നത്, ഇപ്പം എണ്ണയോ മുളകോ കടുകോ എന്തായാലും അവർ ആ വീട്ടിൽ നിന്ന് നമുക്ക് തരൂ കേട്ടോ. ഈ ഇതൊരു ഉണക്കമീനാണ് കേട്ടോ. ഈ ഉണക്കമീൻ നല്ല ഉപ്പായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി സവോളയും വഴുതലങ്ങയും ഒക്കെ ഇട്ടപ്പോൾ ആ ഉപ്പൊക്കെ അതിലിങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ശരിക്കും. ഇതാണ് അതിലെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയാം കേട്ടോ. എല്ലാ വീടുകളിലും നമ്മൾ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും അവർ തരുമായിരുന്നു. ചോറ് ഞങ്ങൾ വെച്ചുകൊണ്ട് വന്നു, രസവും കൊണ്ടുവന്നു കേട്ടോ. അപ്പം മീനും മീൻകറി രസവും ചോറും ഒക്കെ ആയിട്ട് നമുക്കിതങ്ങ് വിളമ്പിയാലോ. ദേ ഒരു വാഴയില അവിടുന്ന് തന്നെ എടുത്തതാണ്. ചോറ് വിളമ്പി, ഉണക്കമീൻ വിളമ്പി, 2 കഷ്ണം വറുത്ത മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറിയും കൂടെ വിളമ്പി തന്നു കേട്ടോ. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഞങ്ങൾ മാത്രമാണ് ഞങ്ങളൊരു 7 പേരാണ് പോയത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്ത് ആ പറമ്പിൽ തന്നെ ഒരു 10-20 ഫാമിലികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വലിയ വലിയ ട്രാവൽസിലാണ് വന്നത്. 30 പേര് 50 പേരൊക്കെ വലിയ വലിയ കാലത്തിലൊക്കെ ഫുഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊന്നും വെച്ചാൽ കിട്ടത്തില്ല. ഇത് കണ്ടോ, ഞങ്ങളുടെ അടുത്തിരുന്ന ഫാമിലിയാണ് കേട്ടോ. അവിയലും സാമ്പാറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചിലർ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കൂടുതലും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പം പോയിട്ടില്ലാത്തവർ, ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അമ്പലത്തിലേക്കൊന്ന് വരണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ്.